ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്നും പുതിയൊരു ടെമ്പിളും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെമ്പിൾ ഒരു ഏൻഷ്യൻ ടെമ്പിൾ ആണ്, രാധാകൃഷ്ണ ടെമ്പിൾ. ഈ ടെമ്പിൾ സ്റ്റേറ്റ് അസംബ്ലി ബിൽഡിംഗിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സിന്റെ ബേസ്മെന്റിലാണ് ഉള്ളത്. എന്നാൽ സാഫ്രോൺ ആക്ടിവിസ്റ്റ് പറഞ്ഞുള്ളത് ആ ബേസ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിന്റെ ഉടമ എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം ആ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞുള്ളത്. അതുപോലെ തന്നെ യു.പിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഏകദേശം ഒരാഴ്ചന്റെ ഉള്ളിൽ ഹാഫ് ഡസൻ ടെമ്പിൾസ് ആണ്, ഏൻഷ്യൻ ടെമ്പിൾസ് ആണ് അവിടെ അൺഎർത്ത് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇതിന്റെ ഒക്കെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഒരു ടെമ്പിൾസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയാസിൽ നിന്ന്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് അസംബ്ലി ബിൽഡിംഗിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവന്റെ അടിയിലോ ബേസ്മെന്റ്സിലൊക്കെ ടെമ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എല്ലായിടത്തും ടെമ്പിൾസ് ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു.പിയിൽ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും അവർ പറയുന്നത്, ചില സാഫ്രോൺ ആക്ടിവിസ്റ്റേഴ്സ് പറയുന്നത് കേരളത്തിലെ പല ബിൽഡിങ്സിലും പല മുസ്ലിം പള്ളികളിലെ അടിയിലും ടെമ്പിൾസ് ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് അവകാശപ്പെടുന്നതെന്ന് അവര് പ്രൂഫ്സ് ഒന്നും ഇതുവരെ പറഞ്ഞില്ല. അവർ ജസ്റ്റ് ക്ലൈം ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ എന്താണ് ഒരു ടെമ്പിളിനെ ചുറ്റിയിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ പുതിയ ടെമ്പിൾ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ മതസ്ഥരും, അതായത് ജാതി മതം ഒന്നും നോക്കാതെ ഒരുമിച്ച് കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടം തന്നെ നമുക്ക് വേണമെന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൂടെയൊക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷാവസ്ഥ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സംഘർഷാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ വേൾഡിൽ പലയിടത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉക്രൈൻ, റഷ്യ, അതുപോലെ തന്നെ പാലസ്തീൻ, ഇസ്രായേൽ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒക്കെ ലീഡേഴ്സിന് ഒരു പ്രശ്നവുമില്ല. ലീഡേഴ്സ് ഒക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഇതിൽ അനുഭവിക്കുന്നത് കോമൺ പീപ്പിൾസ് ആണ്, സാധാരണക്കാരാണ് ഇതിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധങ്ങൾ ഉണ്ടായാലും എന്ത് സിവിൽ വാർസോ എന്തുണ്ടായാലും ശരി, ഇതിൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്സിന് മാത്രമാണ്, അല്ലാതെ ലീഡേഴ്സിനൊന്നും ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ആ കാര്യം മൈൻഡിൽ വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്നതിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.